കാൽവരി കണ്ടൊരു നിർമ്മല പൂജയിത പറുദീസായുടെ പരമകവാടമിത വാനവരായിരമായിരമാദരവാ പാരിലിറങ്ങി വണങ്ങി നമിക്കുന്നു. കാൽവരി കണ്ടൊരു നിർമ്മല പൂജയിത പറുദീസായുടെ പരമകവാടമിത വാനവരായിരമായിരമാദരവാ പാരിലിറങ്ങി വണങ്ങി നമിക്കുന്നു. വേദന തിങ്ങിയ ജീവിതഭാരവുമായി ഞങ്ങളിതാവിൻ സന്നിധി അണയുന്നു. സകലേശാദിൻ ദിവ്യകുമാരനെ കൈക്കൊണ്ടലിവോടനുഗ്രഹമേ. കാൽവരി കണ്ടൊരു നിർമ്മല പൂജയിത പറുദീസായുടെ പരമകവാടമിത വാനവരായിരമായിരമാദരവാ പാരിലിറങ്ങി വണങ്ങി നമിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ പ്രഭാതബലി നമുക്ക് ഭക്തിപൂർവ്വം സമർപ്പിക്കാം. ഇന്ന് ലോകത്തുള്ള സകല തൊഴിലാളികളെയും അനുസ്മരിക്കുന്ന ദിവസമാണ് ലോക തൊഴിലാളികൾ. നമ്മുടെ സ്നേഹപിതാവ് വളരെ നല്ല വിദഗ്ധനായ ഒരു തൊഴിലാളിയായിരുന്നു. മരപ്പണിക്കാരനായ പിതാവ്. പിതാവിനെയാണ് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് ത്രിസഭാ മാതാവ് പ്രഖ്യാപിക്കുകയും സ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടും വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുക. നമുക്ക് തൊഴിലാളികളെ അനുസ്മരിച്ച് അവർക്ക് വേണ്ടി വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ബലി ആരംഭിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശിക്ഷിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ ദൈവത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനുള്ള എല്ലാ തൊഴിലാളികളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അവർക്ക് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുവാനും സുരക്ഷിതത്വം ഉണ്ടാകുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ. സ്വർഗ്ഗത്തിന്റെ നാഥ എന്നേക്കും. ആമേൻ. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാ ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോശരെ പണിയുമങ്ങു പാലകൻ. ഒരു ഗണത്തിലാക്കുമീ ചിതറിടും ജനങ്ങളെ. തകരുമേ ഹൃദയവും ശാന്തി കാൺമതങ്ങയും. കഴിവിയെന്നുറങ്ങിലെ ഭുവന ദുഃഖമുക്തിയും. ആരുകട്ടിലൊക്കെയും പേരിടുന്നു പാവന. ഉന്നത പ്രതാപനായി വാടിടുന്നു പാലകൻ. അഖില ലോകനായകൻ അറിവ് പൂർണ്ണമായവൻ. താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ
കിന്നരങ്ങൾ നീട്ടിയ നവഗീതി പാടിട. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മാത്രപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥന സൃഷ്ടാവുമാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വർണ്ണിക്കുന്നു. ഈശോവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യരു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധയപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 17 വരെ വാക്യങ്ങൾ ഒരു ആശീർവദിച്ചാൽ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാനിർഭരരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ നിങ്ങൾ ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. വചനം ശ്രവിക്കുവാൻ കാതുകൾ തുറന്നിടാം, വചനം ഗ്രഹിക്കുവാൻ ഹൃദയമൊരുക്കിടാം. വചനം വിത്തുകളല്ലോ, അവ പതിയാനകമൊരുക്കാം. വചനം വിത്തുകളല്ലോ, അവ പതിയാനകമൊരുക്കാം. വചനം ശ്രവിക്കുവാൻ കാതുകൾ തുറന്നിടാം, വചനം ഗ്രഹിക്കുവാൻ ഹൃദയമൊരുക്കിടാം. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 മുതൽ 11 വരെ തിരുവചനങ്ങൾ.
സാപത്തിൽ രോഗശാന്തി. മറ്റൊരു സാപത്തിൽ ഈശോ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലത് കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. നിയമജ്ഞരും ഫരീസേയരും യേശുവിൽ കുറ്റമാരോപിക്കുവാൻ പഴുതു നോക്കി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് ഈശോ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി. അത് സുഖപ്പെട്ടു. അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. നമ്മുടെ കർത്താവായ യേശുവിനായി സ്തുതി. വിശേഷിച്ചുള്ളവരെ ഇന്നത്തെ തിരുവചന ഭാഗത്ത് നമ്മൾ ഒരു കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. അത് സാപത്ത് ദിനമായിരുന്നത് കൊണ്ട് ആ സാപത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരുന്നു. അതാണ് അവർ പാലിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ യേശു ചെയ്ത ഈ അത്ഭുതകരമായ പ്രവൃത്തി അത് ശരിയല്ല എന്നാണ് അവരുടെ വിധി. എന്നാൽ ഈശോ അവർക്ക് നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അതായത് സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവിടെയുള്ളവർക്കാർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. നന്മ ചെയ്യുന്നതാണെന്നും അതുപോലെ ഒരുത്തനെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യന്റെ ദൗത്യമെന്നും, അത് ഏത് ദിവസമായാലും സാപത്ത് ദൈവത്തിൻ്റെ ദിനമാണ്, കൂടുതൽ നല്ലതാണ് എന്നുള്ള നിലയിലാണ് ഈശോ അവർക്ക് അതിന് വിശദീകരണം നൽകാൻ സാധ്യത. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ഒരാളെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഈശോ സന്തോഷിക്കുക. അതുകൊണ്ട് അതാണ് നമുക്ക് വേണ്ടിയിരുന്നത് എന്ന് അവിടെ പറയുകയും ചെയ്തു. അത് യഹൂദ സമൂഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ മനുഷ്യനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുവാൻ തുടങ്ങിയെന്നാണ് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. യേശുവിൻ്റെ സാന്നിധ്യവും അവിടുത്തെ അധ്യാപനവും അവിടുത്തെ പ്രവർത്തനങ്ങളുമെല്ലാം ഈ യഹൂദ ഫരീസയ വിഭാഗങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. എങ്കിൽ തന്നെയും ധാരാളം പേര് പലപ്പോഴും അത്ഭുതങ്ങളുടെ മുമ്പിൽ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ, മാനസാന്തരപ്പെട്ടു വരുവാനും ശ്രമിച്ചിരുന്നു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ വ്യക്തിയുടെ ഹൃദയങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടവരുത്താറുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഉള്ള പോരായ്മകൾ, കുറവുകൾ, വിശ്വാസരാഹിത്യം, ഇതൊക്കെ പരിഹരിക്കുവാനായിട്ട് ഈശോയോട് കൂടുതൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തൊഴിലാളി ദിനമാണ്. മെയ് 1-ാം തീയതി എല്ലാ തൊഴിലാളികളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വെളിയിൽ നല്ല വിധത്തിൽ ആത്മാർത്ഥമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ, സാമ്പത്തികമായിട്ട് വളർച്ചയുണ്ടാകുവാൻ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ, ദൈവവിശ്വാസത്തോടുകൂടി ജീവിക്കുവാനൊക്കെയുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ടാകുവാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ ദൈവം എല്ലാ തൊഴിലാളികളെയും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അൾത്താരയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബലി തുടരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴി
പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിന്റെ പ്രകാശത്തിലേക്കും അസത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന് അടയാളമായ പുരുഷനെ പുനരുദ്ധാനം വഴി മോഹനത്തിന് ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിനെ ദുരാശയോടുകൂടി കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും ലോകത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണ്ണമായ ദാനത്തെയും അപൂർണ്ണമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും ഞങ്ങൾ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായ്, നിന്റെ സഭയെ സദാ സന്നിഹിതനായ നാം ജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബലിജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനം ശാന്തി ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെ നാഥായ അങ്ങേക്കും ആമേൻ. നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴിയുകളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും അമൂല്യമായൊന്നും എന്നെ മാത്രം ഞാനങ്ങിൽ അർപ്പിക്കുന്നു. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെ ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധയുടെ സ്നേഹിതരും വിശ്വാസികളുമായ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തെ ധരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ വിശുദ്ധയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായം രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിന്ന് ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണം. സഹോദരരെ, കൃപാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടുകൂടെ. സഹോദരരെ, സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശ്വസിക്കുകയും നമ്മുടെ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായി
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ നാമത്തിനേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും ബഹുവിധനായി കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പൗരന്മാരും സാപ്രന്മാരും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ആലപിക്കുകയും ചെയ്യുന്നു. ജയഗീതം പാടിട, സുരഗീതം മിട്ടിട. രാജാതിരാജൻ ഈശോനാഥൻ, ലോകത്തിൻ രക്ഷകനാഥൻ. രാജാതിരാജൻ ഈശോനാഥൻ, ലോകത്തിൻ രക്ഷകനാഥൻ. ആർപ്പുകളോടെ ആർദ്രതനാകും വിണ്ണിന്റെ നാഥ ഉസാന പാടാം. കർത്താവെന്നും അവനല്ലോ ഊസാന. ജയഗീതം പാടിടാം ഊസാന, സുരഗീതം മിട്ടിടാം. ഓസാന 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 ഓസാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടും പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിട. പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാട. ആപദമലരിൽ താഴു വീണു വന്നിച്ചിടം. ആത്മനാഥാന നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നാൾ വാഴി
ആത്മാവിൽ നീ വന്നേരമിൻ കണ്ണീരുവേകും ആനന്ദമാ ആത്മാവിൽ നീ വന്നേരമിൻ കണ്ണീരുവേകും ആനന്ദമാ. അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരെ കൃപാലയോടെ നാമത്തിൽ ആശീർവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നോമാ ജീവിതത്തിന് കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ്, നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനാഥനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സർവ്വത്തിന്റെ നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിനതകളും കലങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിന്റെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പാതിരേക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്ന സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന്
സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, പുനരുദ്ധാനം വഴി അങ്ങ് മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ അങ്ങയുടെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. അങ്ങയുടെ കാരുണ്യത്തിന് യഥായോഗ്യ നന്ദി പറയുവാൻ ഞങ്ങളുടെ നാവുകൾ അസ്വസ്ഥങ്ങളാകുന്നു. നമ്മെ ജീവിക്കുന്ന പ്രസാദപരം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും ആമേൻ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. ഒരു നിമിഷം യേശുവിൻ മുമ്പിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാം. കഥനമേറുമെൻ കഥ പറയുമ്പോ കരുണയോടത് മുഴുവൻ കേൾക്കാം. നാഥ, നീ മാത്രം എന്നെ കാത്തിയും ഇതുവരെ. ക്രൂശിൽ നീ ചേർത്തു എന്റെ രോഗദുരിതങ്ങളെല്ലാം. ഒരു നിമിഷം യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സ് തുറന്നു പങ്കിടാം. കാരിരുമ്പിൻ ആടിയേക്കാൾ കഠോര വേദനയേകിയ ഏറെ നാളായി പാപം ചെയ്തു നിനക്കുമുൾ മുടിമെനഞ്ഞു ഞാൻ. ക്രൂശിതാ ക്ഷമിക്കൂ, മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ. മനസ്സു പരിശുദ്ധന്മാരുടെ പ്രഭാവത്താൽ സന്ദർഭവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയെ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർവും പരിശുദ്ധവും ജീവതാൽ ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ സ്തുത്യവും പരിശുദ്ധവും ജീവിതാൽ ദൈവികമായ കുർബാന വഴി നീങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ക്കുകയും ചെയ്ത
ഞങ്ങളുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ വീക്ഷസ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് എന്റെ കാരുണ്യം അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ലോകം മുഴുവനുള്ള എല്ലാ തൊഴിലാളി സമൂഹത്തെയും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ പരിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇങ്ങനെ വില അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ യേശു ദാസന്മാരായ വൈദികർക്ക് യാതൊരു മഹത്വം വരാതെ അങ്ങേയന്ത്ര ഹൃദയത്തിൽ അഭിനയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവിടെ പുഷ്പടകരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അംഗീകാരത്തിന്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവിടെ ഹൃദയങ്ങളെ രോഗവസ്തുക്കളിൽ നിൽക്കുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ യുഗത്തിലൂടെ ആനന്ദവും ആശ്വാസവും പതിനെട്ട് സൗഭാഗ്യത്തിന്റെ മാർഗവുമായി തീരട്ടെ. ആമേൻ. അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും സ്വീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മെയ് ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. നമുക്കറിയാവുന്നതുപോലെ ശനി ഞായറാണ് നമ്മുടെ വ്യത്യസ്തനായ പിതാവിൻ്റെ തിരുനാൾ ഈ 2, 3 നടത്തിക്കൊണ്ടിരുന്നത്. ഈ വർഷം നമ്മൾ തിരുനാൾ നടത്തുന്നില്ല. എങ്കിലും നാളത്തെ കുർബാനകൾ, നാളെ മറ്റന്നാൾ കുർബാന സമയ വ്യത്യാസമുണ്ട്. നാളെ വൈകിട്ട് 4:30 കുർബാന അർപ്പിക്കുക. പിതാവിൻ്റെ സ്തുതിക്കായിട്ടുള്ള കുർബാന. ആ കുർബാനയിൽ എല്ലാവരും വീടുകളിൽ ഇരുന്ന് സംബന്ധിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ക്ലിയർ വിഷൻ, ടെലിവിഷൻ തത്സമയം അത് റിലേ ചെയ്യുന്നതായിരിക്കും. കുർബാന അർപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ക്ലിയർ വിഷനെ ചെയ്യിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ വലുപ്പത്തിലും ഒക്കെ കുർബാനയുടെ ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നോക്കി നിങ്ങൾക്ക് കുർബാന കാണുവാൻ സാധിക്കും. എന്താ സൗകര്യം എന്ന് വെച്ചാൽ ആ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നവരെല്ലാവരും നാളെ വൈകിട്ട് 4:30 കുടുംബങ്ങളിൽ ഒരുമിച്ച് കൂടി കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. തിരുനാളില്ലെങ്കിലും ആ വിശുദ്ധനെ നമുക്ക് പ്രത്യേകം സ്മരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടും മാധ്യസ്ഥം അപേക്ഷിക്കുവാനായിട്ടും. അതുപോലെ ഞായറാഴ്ച കുർബാന രാവിലെ 10:30 മണിക്കായിരിക്കും. അതുപോലെ തന്നെ ക്ലിയർ വിഷൻ TV അത് തത്സമയം പ്രക്ഷേപണം ചെയ്യുന്നതുമായിരിക്കും. അന്നും എല്ലാവരും വീടുകളിൽ ഒരുമിച്ച് കൂടി ഓൺലൈൻ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുകയും ചെയ്യും. ഈശോതൻ പാലകൻ യോസേപ്പേ, കരയത്ത കന്യകയമ്മയും പരമപിതാവിൻ കുമാരനെയും പരിരക്ഷ ചെയ്തു വസിച്ചവനെ, കരുണ തൻ വരമെന്നിൽ ചൊരിയണമേ. അമല മനോഹരും മേരിയും തൻ അരുമകുമാരൻ യേശുമാ, അന്തിമ നിമിഷമടുത്തിടുമ്പോ അരുകിലണഞ്ഞിടണേ കൃപയാ. ഈശോതൻ പാലകൻ യോസേപ്പേ, മഹാത്മാ മഹാത്മാ
മഹാ